ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നബുവിനെ ഞാൻ സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. തലേ ദിവസമാണ് കേട്ടോ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കിട്ടിയത്. അപ്പോൾ സെയിം യൂണിഫോം തന്നെയായിരുന്നു ആദ്യം LKG പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ബെൽറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. നബുവിൻ്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക്. അപ്പോൾ പിങ്ക് കളറിലുള്ള ഡ്രസ്സാണ്. യൂണിഫോമും ബെൽറ്റും എല്ലാം പിങ്കാണ്. രാവിലെ എഴുന്നേൽപ്പിക്കുമ്പോൾ ഞാൻ വിളിച്ചായിരുന്നു പുതിയ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകണ്ടേന്ന്. അപ്പോൾ ആ ഒരു നിമിഷത്തിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവൾ എഴുന്നേറ്റത്. അല്ലെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കരഞ്ഞൊക്കെ ഒന്ന് കാണിക്കലുണ്ടായിരുന്നു. നബൂട്ടനെ എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ കുളിയെല്ലാം കഴിയും കേട്ടോ. ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം അവർക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ പോകുന്നത്. രാവിലെ എണീറ്റ് കുട്ടികളെ റെഡിയാക്കുക എന്ന് പറയുന്നത്, കൃത്യസമയത്ത് തന്നെ അവരെ റെഡിയാക്കി നിർത്തി ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. അതത്ര ഈസി ഒന്നും അല്ല കേട്ടോ. കാണുമ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നുമെങ്കിലും അതിലേക്ക് ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് ടഫാണേ. അപ്പോൾ ഞാൻ നബുവിനെ റെഡിയാക്കുന്ന സമയത്ത് ഒരു സൈഡിൽ ആദ്യം ഡാൻസ് ആവുന്നുണ്ട്. സ്വന്തം മുദ്രകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡാൻസാണ് കേട്ടോ. ഇതൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ. ആദ്യം ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണേ. പെട്ടെന്ന് അവളുടെ മുഖഭാവം കണ്ടപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോഴേക്കും എനിക്ക് ചിരി വന്നു കേട്ടോ. അങ്ങനെ ഞാൻ എടുത്ത് ഒന്ന് സമാധാനിപ്പിക്കുന്നതാണ്. വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനെന്തിനാ പൂച്ചവട്ട ചാടുന്ന പോലെ ചാടിയെന്നാണ് അവൾ ചിന്തിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ ഒരു പഴങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അപ്പോഴാണ് ഞാൻ ഓർത്തത് ഇവരൊന്നും നഖം മുറിച്ചിട്ടില്ല എന്ന്. ആദ്യത്തെ നഖം നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുട്ടികളുടെ നഖങ്ങളൊക്കെ വേഗമുള്ള വളർന്നു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് നഖം മുറിച്ചത്. അങ്ങനെ ഞാൻ നഖം മുറിക്കാൻ തുടങ്ങി കേട്ടോ. അതിനിടയിൽ നബൂട്ടൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ നഖം മുറിച്ച് തന്ന്. പക്ഷേ നബുവിൻ്റെ നഖം അങ്ങനെ വളർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണൻ്റെ നഖം അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ആദിക്കുട്ടിയുടെ ആയിരുന്നു കേട്ടോ. ഇതിനിടയിൽ നബുവിന് ഒരു ബുക്കിന് ബൈൻഡ് ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നേ. ബാക്കി ബുക്സിനെല്ലാം ഞാൻ നേരത്തെ തന്നെ ബൈൻഡെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ബുക്ക് മാത്രം നബുവിന് കുറവായിരുന്നു കൊടുത്തു വിട്ടത്. അപ്പോൾ ആ ഒരു ബുക്കും എടുത്തിട്ട് ബൈൻഡെല്ലാം ഇട്ട് ഞാൻ കൊടുത്തായിരുന്നു കേട്ടോ. ഇതിനിടയിൽ കണ്ണിൻ്റെ ടൈം ടേബിളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കണം. ചില ദിവസങ്ങളിൽ രാത്രി തന്നെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കും കേട്ടോ. ചില തിരക്കുകൾക്കിടയിൽ ആ കാര്യങ്ങളൊക്കെ വിട്ടുപോകും. എന്നാലും തിരക്ക് പിടിച്ചിട്ട് എല്ലാം ചെയ്ത് കൊടുക്കലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്താണെന്നറിയില്ല, കുട്ടികൾ A to Z കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഞാൻ ദേഷ്യപ്പെടും, നിങ്ങൾക്ക് അച്ഛനോട് പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കലുണ്ട്. പക്ഷെ അമ്മ ചെയ്ത് തന്നാൽ മതി, അമ്മ വേണ്ടിയിട്ട് തന്നാൽ മതി, അമ്മ കൂടെ നിന്നാൽ മതി, ഇങ്ങനെയൊക്കെ പറയും. അപ്പം ഞാനൊന്നും അതിനൊന്നും പറയാറില്ല, എനിക്കൊന്നും പറയാനില്ല. സോ അവർക്ക് അവരെ അച്ഛനെ ഇഷ്ടമാണ്, അമ്മനെ ഇഷ്ടമാണ്, എനിക്കും അതുപോലെ തന്നെയാണ്. അപ്പോൾ അതേ പോകാനായിട്ടുള്ള തിരക്കിനിടയിലാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്. പ്രത്യേകിച്ച് നബു അന്ന് യൂണിഫോം ഇട്ടത് കൊണ്ട് ഒരു സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങിയാണ് കേട്ടോ. നബുവാണെങ്കിൽ എന്നെ കൈപിടിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തെല്ലാം കൊണ്ടുവരണമെന്നാണ് ഈ പറയുന്നത്. അതിനിടയിൽ സമയവുമായി ഒരു മിനിറ്റ് തെറ്റിയാൽ പോലും ബസ് മിസ്സാവും. അങ്ങനെ ഞാൻ കൈയെല്ലാം കൊടുത്ത് ടാറ്റ പറയാണ്. കണ്ണനൊക്കെ ആ സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ജസ്റ്റ് മിസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയപ്പോൾ ഞാൻ വിളിച്ച് വരുത്തിയിട്ട് അങ്ങനെ ടാറ്റ പറയുമ്പോൾ എല്ലാവരും കൂടി ഓടി വന്ന് ടാറ്റയൊക്കെ പറഞ്ഞു. പിന്നെ ഒരു ചെറിയ ഹഗ്ഗും കിസ്സിങ് എല്ലാം ആയതിന് ശേഷം ഞാൻ പുറപ്പെടുകയാണേ. അപ്പോൾ ഇതാണ് കേട്ടോ നബുവിൻ്റെ ഒരു ഔട്ട്ലുക്ക്. യൂണിഫോം എല്ലാം ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയാണ്. പുള്ളിക്കാരത്തി ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.